Hello? Yes, sir. Okay. ഞാനിപ്പം ഷെയർ ചെയ്യുന്ന നോട്ട്സോ ഞാൻ നിങ്ങൾക്ക് ഇപ്പം സ്വല്പം നോട്ട്സ് ഷെയർ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഓക്കെ then no problem. I'll just start now. Only it's just a broad classification is there. In this impulse and reaction turbine, we have a lot of classifications. Okay, the first one is the classification based upon the what type of energy at the inlet. It is classified into impulse and reaction turbine. And then the next classification of based upon that is the head and the flow. So it is classified into classes. First one is high head turbines, medium head turbines, and low head turbines. So today we are discussing about the working of a Pelton wheel turbine. Okay, and this is a Pelton wheel turbine. നിങ്ങൾക്ക് ഫിഗർ വിസിബിൾ ആണോ? Yes, sir. Okay. Pelton wheel turbine, it's an impulse turbine. Why it is known as an impulse turbine? Here, high impulsive water velocity will create the mechanical work. So we can say that it is an impulse turbine. So the main components of an impulse turbine is a runner with buckets. Here, this outermost, this round portion is known as the runner, and this portion, the portion attached to the periphery of this outer wheel is termed as the buckets. Okay, runner with buckets, which is keyed to a shaft, and this is the shaft. And from this shaft, the mechanical energy is taken out. So, ഇത് റൈറ്റ് സൈഡിലേക്ക് അല്ലെ വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഷാഫ്റ്റ് ആയിരിക്കും. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഷാഫ്റ്റിൽ കിട്ടുന്ന പവറിനെയാണ് നമ്മൾ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മെക്കാനിക്കൽ പവർ. സോ ഈ മെക്കാനിക്കൽ പവർ ആണ് നമുക്ക് വെളിയിലേക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഏത് വർക്ക് വേണേൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വേറൊരു പുള്ളിയുമായിട്ട് കപ്പിൾ ചെയ്ത് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. സോ ഐ എം ബാക്കിംഗ് ടു ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ദ impulse turbine, that is the Pelton wheel. So another one is component is penstoke, and this here we can say that a spear with nozzle at the end. This part is known as, this small part is known as the spear. This part is known as the spear. The spear will be adjusting the velocity of water striking inside the Pelton wheel. So this is a penstoke pipe and this runner, and it has a casing is there. So the main function of this casing is to prevent the water to spread all over the entire surface. അതായത് ചില സമയത്ത് ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന വാട്ടർ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വെളിയിലേക്ക് വെറുതെ പോകാതെ ഒരു ഫിക്സഡ് ഏരിയയിലേക്ക് നമുക്കതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു ഔട്ട്ലെറ്റ് ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അറേഞ്ച്മെന്റ് ആണിത്. സോ ഈ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് കേസിംഗ്. ഓക്കെ, ഇതാണ് അതിന്റെ കേസിംഗ്. ദെൻ ജെറ്റ് ഓഫ് വാട്ടർ, ദെൻ ബ്രേക്ക് നോസിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് ജെറ്റ് എന്ന് പറയും. ഇവിടെ ഈ പെൽട്ടൺ വീലിന്റെ പ്രവർത്തനം നമ്മൾ നിർത്തുന്നത് ആ പെൽട്ടൺ വീലിന്റെ ആദ്യമേ ഇതിലേക്ക് കടന്നു വരുന്ന പെൻസ്റ്റോക്കിൽ കൂടെ കടന്നു വരുന്ന വാട്ടറിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ജെറ്റ് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതായത് ഈ ടർബൈൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആകത്തില്ല. അങ്ങനെ സ്റ്റോപ്പ് ആകുന്നതിന് വേണ്ടി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആ ജെറ്റിനെയാണ് ബ്രേക്കിംഗ് നോസിൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ മേളിൽ കൊടുക്കണമെന്നില്ല, എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിൽ ഡയറക്ട്ലി ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ടർബൈൻ സ്റ്റോപ്പ് ആവുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വിച്ച് ആർ ദ വേരിയസ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓർ വിച്ച് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ പെൽട്ടൺ ടർബൈൻ. First one is a runner with buckets. So this is a runner and with buckets, and a shaft is attached at the middle of that runner. Then a penstoke with spear arrangement, spear and nozzle arrangement is here. Then a braking of jet and a casing. These are important parts of the Pelton. Okay, it is working
Penstock. What do you mean by penstock? Penstock is a pipe that carrying a large diameter pipe that carrying water is known as penstock. നമുക്കറിയാം ഇടുക്കിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന വലിയ വലിയ പൈപ്പുകളാണെന്ന് അറിയാം, ഇടുക്കി ഡാമിലേക്ക്. അങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന വലിയ വലിയ പൈപ്പുകളെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്ന് വിളിക്കുന്നത്. സോ ഈ പെൻസ്റ്റോക്കിൽ കൂടെയാണ് നമുക്ക് ഈ ടർബൈനിലേക്ക്, ഇപ്പം നമ്മൾ പെൽട്ടൺ വീലിലേക്ക് ചെയ്യുന്നത്. സോ ഈ പെൻസ്റ്റോക്ക് ഏതെങ്കിലും ഒരു ഹൈ സൈഡിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹൈ സൈഡിൽ നിന്ന് ഹൈ വെലോസിറ്റിയിലായിരിക്കും ഈ പെൻസ്റ്റോക്കിൽ നിന്ന് വാട്ടർ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ഇതിന്റെ ബക്കറ്റ്സിൽ വന്ന് വളരെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഒരു ഷാഫ്റ്റ് വഴി നമുക്ക് വെളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. ഈ ഷാഫ്റ്റിൽ നമ്മളൊരു പുള്ളി അറേഞ്ച്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൊട്ടേറ്റിംഗ് മെഷീന് വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അറ്റത്ത് ഒരു ജനറേറ്റർ കൊടുക്കുകയാണെങ്കിൽ, ജനറേറ്റർ അറേഞ്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു ഇമ്പൾസ് ടർബൈന്റെ വർക്കിംഗ്. ഓക്കെ, സോ ഇത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആണ്. വർക്കിംഗ് ഇതാണ്. പെൻസ്റ്റോക്കിൽ നിന്ന് വളരെ ശക്തിയോടുകൂടി വാട്ടർ വന്നു കഴിയുമ്പോൾ ആ വാട്ടർ നേരെ ഇതിന്റെ വെയിൻസിൽ അല്ലെങ്കിൽ ബക്കറ്റ്സിൽ വന്നിരിക്കുന്നു. ഇതിനെ ബക്കറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്നും കൂടെ പറയാറുണ്ട്. ബക്കറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയാറുണ്ട്. ഇവിടെ ബക്കറ്റിൽ വന്നിടിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റണ്ണർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റണ്ണറിരിക്കുന്ന ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം ഷാഫ്റ്റിന്റെ അറ്റത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സംഭവം ഒന്നെങ്കിൽ ഒരു പുള്ളി അറേഞ്ച്മെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ആകാം. അങ്ങനെ ഈ ജനറേറ്ററിൽ നിന്ന് ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഴുതിയേക്കുന്നത് എന്താണെന്ന് നോക്കാം. Pelton wheel is wherein flow is tangential to the runner and available energy at the entrance is completely kinetic energy. So this is the important point. Why it is known as an impulse turbine? Impulse turbine. Further, it is preferred at a very high head and low discharges with the low specific speeds. So ഇതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ depending upon the head and discharge. It is a high head and low discharge turbine. ലോ ഡിസ്ചാർജ് ടർബൈൻ. ഇത് ഈ പെൽട്ടൺ, അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസ്റ്റോക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ പൊസിഷനിലായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഇതിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന വാട്ടർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്പെസിഫിക് സ്പീഡ് അതും കുറവായിരിക്കും. ഓക്കെ, ദ പ്രഷർ അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഈസ് അറ്റ്മോസ്ഫറിക്. അതായത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ കേസിംഗ് വെറുതെ അതിനെ ഈ വെള്ളത്തിനെ വെളിയിലേക്ക് തടയുന്നതിന് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളൂ. ഇവിടുത്തെ കേസിങ്ങിന് ഇവിടെ വലിയധികം ഫങ്ഷൻസ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, വെളിയിൽ നിൽക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം വെറുതെ സ്പാറ്റർ ചെയ്ത് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് വെച്ചേക്കുന്നത്. സോ ഇത് വർക്ക് ചെയ്യുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറിലായിരിക്കും. ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുകയില്ല. എന്നാൽ റിയാക്ഷൻ ടർബൈനിൽ അങ്ങനെയല്ല. ഈ കേസിങ്ങിനകത്തും അതുപോലെ തന്നെ അതിന്റെ ടാങ്കിന്റെ അടിയിലുമുള്ള പ്രഷർ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അവർ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയും അതുമൂലം ഒരു പ്രഷർ എനർജി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഈ കേസിൽ ഫുള്ളി അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് ഇതിനെ ഇമ്പൾസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇത് ഫുള്ളി എക്സ്പോസ് ടു ദ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അതിൽ കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുകയില്ല. ദെൻ മെയിൻ കമ്പോണൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്ന് നോസിൽ. ഇനി അടുത്തത്, ഇവിടെ ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട്. നോസിലിന്റെ അകത്ത് സ്പിയർ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എഴുതിയേക്കുന്നത് സ്പിയർ എന്നാണ് കേട്ടോ. സ്പിയർ അറേഞ്ച്മെന്റ് ഇതല്ല, ഇതാണ് സ്പിയറിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഈ സ്പിയർ അറേഞ്ച്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്പിയർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുവഴിയുള്ള വാട്ടറിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഡിസ്ചാർജ് കുറയും. ഇനി ബാക്കിലേക്ക് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിസ്ചാർജ് കൂടും പക്ഷെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യും. അതിനുവേണ്ടി ഈ വെലോസിറ്റി ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ എൻഡിൽ ഒരു നോസിൽ കൊടുക്കാനുള്ള കാരണം. ഒന്നാമത്തെ നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, ഇതാണ് സ്പിയർ.
ഇതാണ് വീൽ. ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് പോകും. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ നോസിൽ ആൻഡ് സ്പിയർ അറേഞ്ച്മെന്റ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രേക്ക് നോസിൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്ന് വിളിക്കും. ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നു. ദെൻ റണ്ണർ വിത്ത് ബക്കറ്റ്സ് ആണ് അടുത്ത പാർട്ട്. സോ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കൽ ഈ ബാങ്ക് കഴിഞ്ഞ് കോളേജിലേക്ക് വരികയാണെങ്കിൽ മെക്കാനിക്കൽ ലാബിൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നമുക്ക് നോക്കി കാണിക്കാവുന്നത്. ഓക്കെ, ഇനി വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന ആംഗിൾ 160 to 170 ഡിഗ്രിയിലായിരിക്കും. അതുപോലെ തന്നെ ബക്കറ്റ് മെയ്ഡ് ചെയ്തേക്കുന്ന കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയണിലായിരിക്കും. ചിലപ്പം ബ്രോൺസും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹെഡ് ആൻഡ് ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. അതായത് ഇത് ഹൈ ഹെഡിലാണെന്ന് തന്നെ പറയുന്നുണ്ട്. ഹൈ ഹെഡിലാണെങ്കിലും ചില ആപ്ലിക്കേഷനിലൊന്നും നമുക്ക് അത്ര അധികം ഹെഡുകൾ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അന്നേരം നമുക്ക് അവിടെയുള്ള മെറ്റീരിയൽസിന്റെ കൺസിഡറേഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതാണ് ഷാഫ്റ്റ്. ഇത് വെളിയിലേക്ക് നിൽക്കുന്ന ഷാഫ്റ്റ് ആണ്. ഇതിലൊരു പുള്ളി അറേഞ്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് വേറൊരു എക്യുപ്മെന്റിലേക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ റൈസ് മില്ലൊക്കെ കണ്ടിട്ടില്ലേ? റൈസ് മില്ലിലൊക്കെ ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് വരുന്ന ഷാഫ്റ്റിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണേലും ഈ ഷാഫ്റ്റിന്റെ അവിടെ ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെക്കാനിക്കൽ പവർ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി casing ആണ്. കേസിംഗിന്റെ it is made up of cast iron or fabricated steel plates. The main function of the casing to prevent the splashing of water and to discharge the water in the tail race. ഓക്കെ, ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പുറകിലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ബ്രേക്കിംഗ് ഓഫ് ജെറ്റ്സ്. ഇവിടെ ബ്രേക്കിംഗ് നോസിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വൽ നെയിം ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് ആണ്. ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, even further amount of water striking the buckets is completely stopped. The runner goes on rotating for a very long due to inertia. അതായത് വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ഇനേഷ്യ ഫോഴ്സ് മൂലം നമ്മുടെ ബക്കറ്റ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ബക്കറ്റിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ജെറ്റിന് പറയുന്ന പേരാണ്, ഒരു വാട്ടർ ജെറ്റ് തന്നെയാണ്. വാട്ടർ വെച്ച് സ്ലൈറ്റ്ലി സ്ട്രൈക്ക് ചെയ്യുന്നു. സ്ട്രൈറ്റ്ലി അതിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്നാണ് ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വാട്ട് യു മീൻ ബൈ ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഈ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പെൽട്ടൺ വീലിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? എനിബഡി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുക. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. കാരണം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു വർക്കിംഗ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് എഴുതാൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സിൽ ആ സ്ട്രക്ചർ ഓർത്തിരിക്കണം. ഇപ്പൊ ഞാൻ ഫിഗർ കാണിക്കാൻ നിങ്ങളോടൊന്ന് പറയുകയാണ് ഏതാണ് വേരിയസ് പാർട്സ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, Pelton wheel is an impulse turbine, high head, low discharge and low specific speed turbines. ഒന്നുകൂടെ ഞാൻ പറയാം. It's an impulse turbine with high head, low discharge and low specific speed turbine. Okay, the main components of the turbine are, first one is runner with buckets or runner with vanes. Second one is a penstock pipe with a nozzle and spear arrangement. Then third one is the casing, and fourth one is the braking of jet. Then the function of the casing is to only to collect the spattered water, and that will transfer to the tail race. So that is the only function of that casing. Then another one is, ഇത് കേസിംഗ് ആണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് പറയേണ്ട കേസ് അടുത്ത പാർട്സ് പറഞ്ഞാൽ റണ്ണർ വിത്ത് ബക്കറ്റ്സ്. ഓക്കെ, a round wheel in which the buckets or vanes are fitted, and that part is known as the runner with the vanes or buckets. The water from the penstock pipe is striking on this buckets, and due to that velocity or due to that kinetic energy, the runner will be rotating, and at the middle of that runner we are providing a shaft. So this shaft
will convert, or that shaft will transfer the mechanical energy produced from the hydraulic energy or from the water and is transferred to any other equipments. നമുക്ക് അവിടെ പറയാൻ പറ്റും അവിടെ വാട്ടറിന്റെ എനർജിയാണ്, വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന റൊട്ടേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈഡ്രോളിക് എനർജി എന്ന് വിളിക്കുന്നത്. ആ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നു. ആ ഷാഫ്റ്റ് ആണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റിന്റെ അകത്ത് നമ്മളൊരു ജനറേറ്റർ അറേഞ്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റും. സോ ആ മെക്കാനിക്കൽ എനർജിയെ വീണ്ടും നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡാമുകളിലൊക്കെ നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി പവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ സംഭവിക്കുന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെയാണ് ഇലക്ട്രിക് പവർ സാധാരണ ഒരു പവർ പ്ലാന്റിൽ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റണ്ണർ വിത്ത് ബക്കറ്റ്സ് ആണ്. സോ റണ്ണറിന്റെ മെറ്റീരിയൽ, ബക്കറ്റ്സിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കാസ്റ്റ് അയൺ ആവാം, അല്ലെങ്കിൽ സ്റ്റീൽ ആവാം, അല്ലെങ്കിൽ കോപ്പർ ആവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം ഇറ്റ്സ് എ ഹൈ ഹെഡ് ആൻഡ് ലോ സ്പെസിഫിക് സ്പീഡ് ആൻഡ് ലോ ഡിസ്ചാർജ് ടർബൈൻ ആണെന്നുള്ളത് നമുക്കറിയാം. ദെൻ അനദർ വൺ ഈസ് നെക്സ്റ്റ് പാർട്ട്. The next part of this is the casing. The only function of the casing is to collect the spattered water and it is lead to the tail race, and that is the only function of the casing. Then അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ casing കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയേണ്ടത് breaking of jet. After we are stopping the jet, there must be some amount, so there must be some motion will be take place to the turbine, runner and blades to inertia. That will be stopped by using another arrangement known as breaking of jet. That is, a jet of water will be striking in opposite direction. So that is known as the breaking of jet. Okay, so ഇതാണ് ഒരു പെൽട്ടൺ വീലിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇനി പറയുന്ന ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ from a higher reservoir the water is stored. From the higher reservoir the water is carried out through a penstock, and that water will be passing through a nozzle and spear arrangement, and it is pointed towards the buckets. So due to the kinetic energy of water, the runner rotates because the water will be striking on the vanes. Due to that kinetic energy, the runner will be rotates. Therefore, the shaft attached to the runner also will be rotates. So, the hydraulic energy is converted into mechanical work. Okay, or mechanical energy. So, this is the working principle of a Pelton wheel. For stopping the hydraulic turbine, that is the Pelton wheel, we use another arrangement that is known as the breaking of jet arrangement. That is, we are splashing a certain amount of water, or we are pumping the certain amount of water from the opposite direction to completely stop the turbine. So that process is known as the breaking of jet. ഇതാണ് ഒരു പെൽട്ടൺ ടർബൈൻ്റെ, പെൽട്ടൺ വീലിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് ക്ലിയർ ആയെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. നാളെ നമുക്ക് ഈ ടർബൈൻസിന്റെ ബാക്കിയുള്ള 2 ടർബൈൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ 2 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം, ഒരു പ്രശ്നവുമില്ല. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് ഒരു പെൽട്ടൺ വീലിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത്രമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫ്രാൻസിസ് ടർബൈൻ ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഫിഗർ ആണ്. ഈ ഫിഗർ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അവിടെ കിട്ടും. ഇനി ഇവിടെ ബ്രേക്കിംഗ് ഓഫ് നോസിൽ എന്നല്ല എഴുതേണ്ടത്, ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ബ്രേക്കിംഗ് ഓഫ് ജെറ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ബുക്ക് ഇതാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ബൈ R.K. ബെൻസാൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏത് ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ സംഭവം ഉണ്ടായിരിക്കും. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് എനിക്കൊന്ന് പറഞ്ഞു തരണം, എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു. മൊഡ്യൂൾ 2-ൽ
unit of refrigeration, coefficient of performance, Carnot refrigeration cycle, vapor compression cycle, vapor compression refrigeration system, then അടുത്ത് psychometric properties of air, psychometric properties, പമ്പ്, രണ്ട് പമ്പ് പറഞ്ഞോ, റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? സെൻട്രിഫ്യൂഗൽ പമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻസ് രണ്ട്. ഓക്കെ, based upon head and discharge, based upon specific speed, based upon flow through the runner. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ പെൽട്ടൺ വീൽ വരെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആണല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാണല്ലോ അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് റിപ്ലൈ ചെയ്യുമോ പിള്ളേരെ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് റിപ്ലൈ ചെയ്യുമോ? അൺമ്യൂട്ട് ചെയ്ത് റിപ്ലൈ ചെയ്യുമോ? നിങ്ങളുടെ ക്ലാസ്സിൽ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 54 ആണോ 55 ആണോ? ഹലോ, 58. ഇപ്പം ആരാണ് ഇന്ന് 4 പേര് ആബ്സെന്റ് എന്ന് പറയാവോ? 4 പേര് ആരൊക്കെ ആബ്സെന്റ് എന്ന് പറയാവോ? 4 പേര് ആരൊക്കെയെന്ന് പറയാവോ? അറിയാവോ? 4 പേര് ആരൊക്കെയെന്ന് അറിയാവോ? ആഷ്, സാദിക്ക്, പിന്നെ അഭിറാം. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ എഴുതിയെടുത്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ദെൻ വിമൽ കൃഷ്ണ. ഓക്കെ, എനിവേ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? എന്നെ നിങ്ങൾക്ക് അറിയാവോ? എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഓക്കെ, ഇനി അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാം. എൻ്റെ പേര് തോമസ് ജോസഫ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നു. കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ലാബ് ക്ലാസ്സുകളിൽ സന്ദീപ് സാർ 4 ലാബിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള ലാബുകൾ ചെയ്യണം. ഞാൻ തൽക്കാലത്തേക്കും നിങ്ങൾക്ക് എഴുതാനായിരിക്കും തരുന്നത്. അതിനുശേഷം മെക്കാനിക്കലിനും അതുപോലെ നിങ്ങൾക്കും കൂടെ ഒരുമിച്ച് ഒരു തിയറി ക്ലാസ് ആണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഒരുമിച്ച് സ്റ്റഡി ചെയ്യുന്നതോടുകൂടി ഒരുമിച്ച് ഒരു തിയറി ക്ലാസ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ എക്സാംസ് ഉണ്ടാവും. ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ ചെറിയ ചെറിയ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾ ആ എക്സാംസ് ഇതിനെ ബേസ് ചെയ്ത് മീൻസ് നമ്മുടെ വർക്ക്ഷോപ്പിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ എക്സാംസ് ഉണ്ടാവും. ആഫ്റ്റർ മൈ ക്ലാസ് ഒരു വൈവേ എക്സാം പോലെ തന്നെ വരുന്നതായിരിക്കും. സോ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ സന്ദീപ് സാർ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. സന്ദീപ് സാർ എങ്ങനെയാണോ ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്തിരുന്നത് അതേ സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഇപ്രാവശ്യം ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് തേഴ്സ്ഡേ ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് തേഴ്സ്ഡേ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. തേഴ്സ്ഡേ നമുക്ക് 2 hour ഉണ്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷം 2 hour ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തേഴ്സ്ഡേ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ അധികം നേരം ഇത് ഇരിക്കേണ്ട, ഡേറ്റ ഉള്ളതല്ലേ, നിങ്ങൾക്ക് ഇപ്പം എക്സിറ്റ് ആവാം. ഓക്കെ, ഞാൻ മീറ്റിംഗിൽ നിന്ന് ലീവ് ആവുകയാണ്. താങ്ക് യു വെരി മച്ച്.